ഹലോ, ഞാൻ പിന്നെയും വന്നേ. ഞാൻ അന്ന് ഇട്ടതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത്. ഞങ്ങൾ നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ കുറച്ച് പേര് മരിച്ചതാണെന്ന് തോന്നുന്നു. അവർ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ വെച്ച് അലങ്കരിച്ചൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് അവിടെ മാല, പൂക്കൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവരാരെന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് ആരാന്നേ അറിയത്തില്ല ഇവരാരും. കണ്ടപ്പോൾ ഒരു വെറൈറ്റി ഫീൽ ചെയ്തു, അങ്ങോട്ട് വീഡിയോ എടുത്തു. എന്നിട്ട് ഞാൻ പേടിച്ചാണ് വീഡിയോ എടുത്തത്. ഇനി അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് വീഡിയോ എടുത്തവർക്ക് ദേഷ്യം വരില്ലേ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ അങ്ങ് മാറ്റിയിട്ട് കുറച്ചങ്ങ് ഫ്രണ്ടിലേക്ക് നടന്നങ്ങ് പോയി. കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു പോയപ്പോൾ ഈ അണ്ടർഗ്രൗണ്ടിലൂടെ പോണ ടണൽ പോലെ പോകുന്ന രീതിയിൽ ഒരു വെള്ളം പോകുന്ന ഒരു പുഴ പോലെ, ചെറിയൊരു കനാൽ പോലെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, ചാല് പോലെ. അതിൽ കൂടെ ചെറിയൊരു ബോട്ട് സർവീസ് അവർ നടത്തുന്നുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ കയറിയിരുന്ന സൈറ്റ് സീനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിന് ഒരാൾക്ക്, കുട്ടികൾക്ക് 1 പൗണ്ടും വലിയവർക്ക് 4 പൗണ്ട് എന്തോ ആയിരുന്നു. പക്ഷേ ഞാൻ നടന്ന് തന്നെ പോയി കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. അത്രയും കോസ്റ്റ് എനിക്കിപ്പോൾ അതിൽ മുടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പതിയെ നടന്ന് പോയി ചെന്ന് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. അതിൽ കയറേണ്ട ആവശ്യം തോന്നിയില്ല. കാരണം നമ്മൾ ആലപ്പുഴ, നമ്മുടെ നാട്ടിൽ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ ബോട്ട് സവാരിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കയറാൻ വലുതായിട്ടൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ വീഡിയോ എടുത്തു, ഇട്ടേക്കാമല്ലോ യൂട്യൂബിൽ എന്ന് വിചാരിച്ചു. എന്നിട്ട് എന്നാലും ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ കയറുന്നു. ഒരു ബോട്ട് മാത്രമല്ല കേട്ടോ, അവിടെ ഒരുപാട് ബോട്ട് അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഡക്കുകൾ, ഗൂസ്, ഇവരൊക്കെ അതിൽ കൂടെ സ്വിം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ടിലേക്ക് നീങ്ങിയപ്പോൾ ഒരു ചെറിയ ബിൽഡിങ്സ്, വലിയ രീതിയിലുള്ള പഴയ കാലത്തെ ബിൽഡിങ്സൊക്കെ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ യെല്ലോ കളറിലെയും മഞ്ഞ കളറിലെയും ഒക്കെ എന്താ പറയുക, മരങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. കുറച്ച് അങ്ങനെ കുറേ ഡെക്കറേഷനൊക്കെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ദേ കണ്ടോ, ആ സ്റ്റെപ്പിൽ കൂടെ ഒരു പയ്യൻ കിടന്ന് നേരത്തെ ഉണ്ടല്ലോ, മറ്റേ സൈക്കിളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റൈഡൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ട്. അവൻ ട്രെയിൻഡായിരുന്നു, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഒരു ഫൗണ്ടെയിൻസ് അതുപോലത്തെ സംഭവങ്ങൾ കുറച്ച് കണ്ടിരുന്നു. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഞാനതിൽ കൈയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു പോയപ്പോൾ വലിയൊരു ജെയിൻറ്റ് വീൽ, ആ ജെയിൻറ്റ് വീൽ അവിടെ നേരത്തെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ അത് വർക്കിംഗ് അല്ല, അവരാളെ കയറ്റുന്നില്ല. എനിക്കൊന്ന് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ പോയപ്പോൾ. പലയിടത്തും ഞങ്ങൾ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല ആരും. അപ്പോൾ അവർ പൂട്ടി അവിടെ ഡെക്കറേഷൻസ് നടത്താനായിട്ട് വേലിയൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. നല്ല വലിയ ജെയിൻറ്റ് വീൽ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളെ കയറ്റുന്നില്ല അവരിപ്പോൾ. പിന്നെ അവിടെ എന്തോ വർക്കിലുള്ള ലോഡ് വന്നത് ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ലോഡ് ഇറക്കുന്നത് കണ്ടിട്ടില്ല. അവിടെ ഈ സംഭവം എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. ആ ലോഡ് ഇറക്കുന്ന സംഭവം നല്ല ഭംഗിയായിട്ട്, അത് ഭയങ്കര വെയിറ്റുള്ള സാധനം എന്തോ ആണ്, അത് വന്ന് ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കൂടെ അങ്ങ് വീഡിയോ എടുത്തു.